ഏകദേശം മൂത്തിട്ടുണ്ട്, ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് കോരാം. ഹായ് ഫ്രണ്ട്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനൊരു പുളി ഇഞ്ചിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഇഞ്ചി ചെറുതായിട്ട് കൊത്തി പൊടിച്ചെടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി, പച്ചമുളക്, ഇനി ചെറിയ ഉള്ളി, കറിവേപ്പില, താളിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള മുളക്, കടുക്, ഉലുവാപ്പൊടി, കായം, പുളി നമുക്ക് തയ്യാറാക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടി മാറ്റിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പച്ചമുളക് ഇട്ട് മാറ്റിക്കാം. പിന്നെ ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കും. വെളുത്തുള്ളി ഏകദേശം ചുവന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കും. ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. നമുക്കിനി കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു പാത്രത്തിലോട്ട് നമുക്ക് കോരി വെക്കാം. പുളി ഒഴിച്ച് കൊടുക്കാം. ഇത്തിരി തിളച്ച വെള്ളത്തിനകത്ത് ഇട്ട് വെച്ചിരുന്നതാണ്. നമുക്കിതിൻ്റെ പച്ചയെല്ലാം പോകുന്നിടം വരെ ഇളക്കാം. ശർക്കര ഇട്ട് കൊടുക്കുകയാണ്. പുളിയിഞ്ചിയുടെ മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത് പുളിയും മധുരവുമാണ്. മധുരമൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ചേർക്കാവുന്നതാണ്. വറുത്ത് കോരി വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം. പുളിയിലെ വെള്ളമെല്ലാം പോയിട്ടുണ്ട്. കുറച്ച് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. കായപ്പൊടി ഇട്ട് കൊടുക്കുകയോ കായം ഇട്ട് കൊടുക്കുകയോ ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട്. നല്ല സ്വാദാണ്. ഈ സമയത്ത് നമ്മൾ ഉപ്പെല്ലാം കറക്റ്റാണോ എന്ന് നോക്കുകയും ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ.